Hello! എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പഠിച്ച് പക്കയായിട്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ. കൃത്യമായിട്ട് നമ്മളെ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകളെല്ലാം പഠിച്ച് അടിപൊളിയായിട്ടിരിക്കുന്ന മക്കളാണ് എല്ലാവരും. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ ചാപ്റ്ററിലെ CBSE എക്സാമിന് 2019 മുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസിലെ ന്യൂമറിക്കൽ പാർട്ടാണ്. എല്ലാവരും കൃത്യമായിട്ട് തിയറി പഠിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി അല്ലേ നിങ്ങൾ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചിട്ടല്ലേ. നോക്കിക്കേടാ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? രണ്ട് ഐഡന്റിക്കൽ കണ്ടക്ടിങ് സ്ഫിയേഴ്സ് ഉണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്ഫിയർ ആൻഡ് സെക്കൻഡ് സ്ഫിയർ അല്ലേ. രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്ഫിയേഴ്സ് ഉണ്ട്. ദേ വർ ചാർജ് 10 മൈക്രോ കൂളം ആൻഡ് -20 മൈക്രോ കൂളം. അങ്ങനെയാണ് അത് ചാർജ് ഉള്ളത്. ആൻഡ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് R. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ. സോ അവിടുത്തെ ഫോഴ്സ് എന്താണ്? F ആണ്, നമുക്കറിയാം. സെക്കൻഡ് കണ്ടീഷൻ എന്താ? സെയിം സ്ഫിയേഴ്സ് അത് എന്ത് ചെയ്തു? ദേ ബ്രോട്ട് ഇൻ കോണ്ടാക്ട്. അവർ രണ്ടുപേരും കോണ്ടാക്റ്റിൽ വന്നു. ആൻഡ് സെപ്പറേറ്റഡ് അല്ലേ. സോ രണ്ട് ഒരുപോലെയുള്ള സ്ഫിയറുകൾ കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷം സെപ്പറേറ്റ് ചെയ്തു. എന്തുണ്ടാവും ഇവിടെ? ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്ഫിയറുകളാണ് കോണ്ടാക്ട് വന്നത്. സോ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി യൂണിഫോം അല്ലേ. സോ രണ്ടുപേരും കോണ്ടാക്റ്റിൽ വരുമ്പോൾ വാട്ട് വിൽ ബി ദ ടോട്ടൽ ചാർജ്? ദാറ്റ് വിൽ ബി 10 മൈക്രോ കൂളം പ്ലസ് -20 മൈക്രോ കൂളം. ദിസ് വിൽ ബി ദ ടോട്ടൽ ചാർജ്. ദേ ആർ സെപ്പറേറ്റഡ് വിച്ച് മീൻസ് ഡിവൈഡഡ് ബൈ 2. സോ എത്രയായിരിക്കും അപ്പോൾ ടോട്ടൽ ചാർജ്? ഈ ചാർജ് ഓൺ ഈച്ച് sphere that will be -5 മൈക്രോ കൂളം ആൻഡ് -5 മൈക്രോ കൂളം. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് R/2. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എന്താ? എത്രയാണ് അവിടുത്തെ ഫോഴ്സ് F'? അത് ഇൻ ടേംസ് ഓഫ് F എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. സോ നമുക്ക് F എഴുതി നോക്കാടാ ആദ്യം. F ഈക്വൽ ടു എന്താ? അക്കോർഡിംഗ് കൂളംസ് ലോ ഇറ്റ് ഈസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R² അല്ലേ. F is equal to 1/4πε0 Q1 Q2 divided by R². നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. സോ ഹിയർ F will be, നമുക്ക് ഈ 1/4πε0 K എന്ന് വിളിക്കാം അല്ലേ. K ഇൻറ്റു Q1 എത്രയാ? 10 മൈക്രോ കൂളം ഇൻറ്റു -20 മൈക്രോ കൂളം ഡിവൈഡഡ് ബൈ R² അല്ലേ. സോ ദാറ്റ് ഈസ് ആക്ച്വലി K ഇൻറ്റു 200K divided by R². മൈക്രോ കൂളംസ് നമ്മൾ തൽക്കാലം കൺസിഡർ ഇൻ ടേംസ് ഓഫ് F മതി. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്തു? 200 എടുത്തു. സോ F' എത്രയായിരിക്കും? F' വിൽ ബി K ഇൻറ്റു ചാർജ് എത്രയാ? -5 മൈക്രോ കൂളം ഇൻറ്റു -5 മൈക്രോ കൂളം അല്ലേ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ മൂന്ന് സ്റ്റെപ്പിൽ കൺവേർട്ട് ചെയ്യാം. മൈക്രോ 10⁻⁻⁶ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാം. രണ്ട് ടേമിലും വരും. നമ്മൾ എക്സ്ട്രാ ഒന്നും വേണ്ട, എന്നിട്ട് സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചു. അല്ലെങ്കിൽ 10⁻⁻12 എന്ന് എഴുതി വെക്കാം. ഇൻറ്റു 10⁻⁻12 ഓക്കെ അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഡിവൈഡഡ് ബൈ, ഇവിടെ ശ്രദ്ധിക്കണം, ഡിസ്റ്റൻസ് ഈസ് ചേഞ്ച്. എത്രയാണ് ഡിസ്റ്റൻസ്? R/2 ഹോൾ സ്ക്വയർ. R/2 ആയിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി K ഇൻറ്റു 25 ഇൻറ്റു 10⁻⁻12 ഡിവൈഡഡ് ബൈ എന്താണ്? R² ഇൻറ്റു 4. സെറ്റിലേടാ, ക്ലിയർ അല്ലേ. സോ ദാറ്റ് വിൽ ബി 25 into 4 100. K ഇൻറ്റു 100 ഇൻറ്റു 10⁻⁻12 ഡിവൈഡഡ് ബൈ R². സോ ദ ഫസ്റ്റ് വൺ F എത്രയാണ്? F ഈസ് K ഇൻറ്റു 200 into 10⁻⁻12 divided by R². F' എത്രയാ? K into 100 into 10⁻⁻12 divided by R². ഡിഫറൻസ് എത്രയാ? സോ ഇൻ ടേംസ് ഓഫ് F, സോ പുതിയ F' ഈക്വൽ ടു എത്രയാണ്? അല്ലെങ്കിൽ F' is equal to നമ്മളുടെ ഫസ്റ്റ് കിട്ടിയ Fനെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? -2 ചെയ്യണം അല്ലേ. സോ ദിസ് ഇസ് ആക്ച്വലി മൈനസ്. ഒരു മൈനസ് ഇല്ലേടാ അവിടെ. സോ ദിസ് ഈസ് ദ മൈനസ് സൈൻ. മൈനസ് ഉണ്ട്. സോ F' ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ -2. സോ ദിസ് ഈസ് ദി ആൻസർ. F ഡിവൈഡഡ് ബൈ -2. ക്ലിയർ അല്ലേ. സോ F കിട്ടിയത് -K into 200. ഇവിടെ എത്രയാണ്? K into 100. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ -2. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ അല്ലേ. കോൺസെപ്റ്റ് എടുക്കേണ്ട എന്താ? കൂളംസിൽ എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്ഫിയേഴ്സിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. സെറ്റ് അല്ലേ. സോ ദിസ് ഇസ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. പെട്ടെന്ന് വായിച്ചേ ക്വസ്റ്റ്യൻ വായിക്കുക. പെട്ടെന്ന് ഒന്ന് പോസ് ചെയ്തിട്ട് പെട്ടെന്ന് എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചോളൂ കേട്ടോ. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടാവും. നോക്കിക്കേടാ. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ പറഞ്ഞ കാര്യം ഒന്ന് വരച്ചു നോക്കാം. എന്താ പറഞ്ഞത്? സോ x-ആക്സിസും y-ആക്സിസും കൺസിഡർ ചെയ്യാം അല്ലേ. സോ ദിസ് ഈസ് ദി x-ആക്സിസ്. y-ആക്സിസ് ഇങ്ങനെയാണ്. നമുക്ക് എന്ത് മതി? ഈ പോയിന്റ് മാത്രം മതി. ദിസ് x is equal to
0. So positive direction electric field എത്രയാ? That was 200 plus 200 Newton per coulomb. അല്ലേ? Opposite direction എത്രയാ? That is minus 200 Newton per coulomb. ഒരേതാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് കേട്ടോ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അത്ര മാത്രം ഓർത്ത് വെക്കുക. സോ പിന്നെന്ത് പറഞ്ഞു? ഒരു സിലിണ്ടർ ഉണ്ട്. ഒരു സിലിണ്ടർ. ദിസ് ഈസ് ദ സിലിണ്ടർ. എവിടെയാ സിലിണ്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്? സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വൺ എൻഡ് എവിടെയായിരുന്നു? ഒരു എൻഡ് പ്ലസ് 10 മറ്റേ എൻഡ് മൈനസ് 10 അല്ലേ? സോ അതിൻ്റെ റേഡിയസ് എത്രയാ? സ്ഫിയറിൻ്റെ റേഡിയസ് ഓഫ് ദി സ്ഫിയർ ഈസ് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടർ. ആ സിലിണ്ടറിലുള്ള ഔട്ട്വേർഡ് ഫ്ലക്സ് എത്രയാണ്? എടാ നമ്മുടെ ഇക്വേഷനിൽ എടാ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇ ഡോട്ട് എസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഏരിയ അല്ലേ? സോ ഇ ഡോട്ട് എസ്. നോക്കേടാ, ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏതൊക്കെ സർഫസുകളാണ് നെറ്റ് ഫ്ലക്സിന് കൺസിഡർ ചെയ്യേണ്ടത്? നോക്കിക്കേ, ഈ ഒരു സിലിണ്ടറിന് ഒരു കർവ്ഡ് സർഫസും ഉണ്ട്, 2 ഫ്ലാറ്റ് സർഫസുകളുണ്ട് അല്ലേ? കർവ്ഡ് സർഫസിലെ ഫ്ലക്സ് എത്രയാ? ദാറ്റ് ഈസ് 0 ബിക്കോസ് ആംഗിൾ എത്രയാണ് അവിടെ? ആംഗിൾ ഈസ് 90. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് ദ ഏരിയ വെക്റ്റർ. ഏരിയ വെക്റ്റർ ഈസ് പെർപെൻഡിക്കുലർ ദി സർഫസ് അല്ലേടാ? സോ ദിസ് ഈസ് ഇറ്റ്. സോ കർവ്ഡ് സർഫസിലെ ഫ്ലക്സ് 0 ആണ്. സോ നമ്മൾ കൺസിഡർ സർഫസ് ഏത് മാത്രമാണ്? ഈ സർഫസുമാണ്. ഈ 2 സർഫസുമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? സോ 2 ഒരുപോലുള്ള സർഫസ്. സോ ആക്ച്വലി ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു അല്ലെങ്കിൽ വേണ്ട ഇ ഡോട്ട് 2s. 2s എന്ന് പറഞ്ഞാൽ എന്താ? കർവ്ഡ് സർഫസ്. So this is the equation for electric flux. So flux phi is equal to 200 into dot അല്ലേ? രണ്ടും ഒരേ ആംഗിൾ അല്ലേ? ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഏരിയ വെക്ടർ 0 ഡിഗ്രിയിലാണ് വരെ പാരലായിട്ടാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുമ്പോൾ ആന്റി പാരലാണ് വിചാരിക്കുക. സോ ബോത്ത് കേസ് എത്രയാണ്? കോസ് 0 ആണെങ്കിലും കോസ് 180 ആണെങ്കിലും ദാറ്റ് ഈസ് 1. സോ വി ക്യാൻ റൈറ്റ് ഇ ഇൻറ്റു എസ്. സോ ദിസ് ഇസ് ആക്ച്വലി ഇ ഇൻറ്റു 2s. ഓക്കെ, സോ 200 ഇൻറ്റു 2 ഇൻറ്റു ഏരിയ നമുക്ക് എങ്ങനെ എടുക്കാം? ഏരിയ ഈസ് പൈ ആർ സ്ക്വയർ അല്ലേ? നോക്കിക്കേടാ, നമ്മുടെ സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സർക്കിൾ ആണ്. സോ പൈ ആർ സ്ക്വയർ ആക്ച്വലി 200 ഇൻറ്റു 2 ഇൻറ്റു പൈ ഇൻറ്റു 5 അല്ലേ? 5 ഇൻറ്റു 10⁻⁻² ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഇറ്റ്. ക്ലിയർ അല്ലേടാ? സോ നമുക്ക് ആൻസർ എത്ര വരും? 200 into 2 400 into 25 into 10⁻⁻4 pi അല്ലേ? 400 into 25 4 into 25 100 plus 2 zeros into 10⁻⁻4 pi. അപ്പോൾ ഇതിനെന്താ? ഇത് 10⁻4 അല്ലേ? 10⁻4 into 10⁻⁻4 into pi. സോ ആൻസർ ഈസ് pi. ഇത്രയാണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് അവിടെ ഉള്ളത്. ക്ലിയർ അല്ലേടാ? സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ദ നെറ്റ് ചാർജ് പ്രസന്റ് ഇൻസൈഡ് ദ സിലിണ്ടർ. എങ്ങനെ കണ്ടുപിടിക്കാം നെറ്റ് ചാർജ്? ഇപ്പൊ നമുക്ക് എന്താ അറിയാടാ? നമുക്ക് ഫ്ലക്സ് അറിയാം അല്ലേ? ഫ്ലക്സ് അറിയുമെങ്കിൽ നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മളെ ഗോസസ് ലോ അല്ലേടാ? നെറ്റ് ചാർജ് phi is equal to q divided by epsilon 0 അല്ലേ? So this is actually q is equal to phi into epsilon 0. phi എത്രയാണ് നമുക്ക് കിട്ടിയത്? pi that into epsilon 0 or pi epsilon 0. This is the net charge present inside that. Clear അല്ലേ? So this is it. Simple അല്ലേ? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചേ. തേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാവരും തേർഡ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചേ. യെസ്, എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? An electric dipole of dipole P is placed in a uniform electric field E with an angle theta with it. നോക്കിക്കേടാ. So this is the uniform electric field. ഒരു ഡൈപോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദാറ്റ്. ദിസ് ഇസ് ദ ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഈസ് മേക്കിംഗ് സം ആംഗിൾ തീറ്റ അല്ലേ? തീറ്റയാണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. നമ്മൾ ഡെറിവേഷൻ പക്കയായിട്ട് പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു
PE sin theta. Sir, derivation ഇപ്പോൾ പറയുന്നില്ല, തിയറി പാർട്ടിൽ കൃത്യമായിട്ട് മക്കൾ പഠിച്ചതാണ്. So this is the expression for torque. അല്ലേ, P എന്താണ്? P dipole moment into electric field into theta. Theta is angle between dipole and electric field. Alle? So this is it. So find the orientation of electric field. Second question, okay. Find the orientation of dipole. Sorry, orientation of dipole relative to electric field for which torque on it is maximum. Our conditions നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, maximum torque. എപ്പോഴാണ് maximum torque? Maximum torque is when theta is equal to 90 degree. Sin 90 is 1. So theta is equal 90 degree. Torque maximum is equal to PE. Yes, set. Second question എന്താ ചോദിച്ചടാ? Second question എന്താ ചോദിച്ചത്? പാർട്ട് ബിയിൽ ഹാഫ് ഓഫ് മാക്സിമം. ഹാഫ് ഓഫ് മാക്സിമം പറഞ്ഞാൽ അത് 90 പകുതി 45 ആണോ? അല്ലടാ, അത് എത്രയാ? PE into sin 1ന്റെ പകുതി ഹാഫ്. അപ്പൊ sin 0.5 എത്രയാ? sin 30ക്ക് PE into sin 30 degree. So this is T half, sorry, torque half maximum. So നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് theta is equal to 30 degree ആണ് സമയത്ത് half maximum, theta is equal to 90 degree ആണ് സമയത്ത് maximum. Clear അല്ലേടാ? So this is it. Yes. 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ 2020ലും 2019ലും ചോദിച്ചിട്ടുണ്ടേ. യെസ്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വായിച്ചു നോക്കിക്കേ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. യെസ്, എന്തൊക്കെയാ പറഞ്ഞത്? 2 പോയിന്റ് ചാർജ് Q1 Q2 are placed 2 meters apart in air. At what distance from Q1 along the line joining 2 charges will the net electric field be 0? നമുക്ക് ഇത് വരച്ചു നോക്കാം അല്ലേ. സോ ഫസ്റ്റ് ചാർജ് ഉണ്ട്, +1 microcoulomb. Second charge എത്രയാ? +4 microcoulomb. They are placed at a distance of 2 meters. Air ആണ് medium. Distance, at what distance from Q1? Q1 ഏത് ഡിസ്റ്റൻസിലാണ് ലൈൻ ജോയിനിങ് 2 ചാർജ് വിത്ത് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒന്ന് പറയാം. സോ ഇത് ഫസ്റ്റ് ചാർജ് ഇത് സെക്കൻഡ് ചാർജ്. നോക്കിക്കേടാ, ജസ്റ്റ് നമ്മളൊന്ന് റിവ്യൂ ചെയ്യണം പറഞ്ഞ കാര്യങ്ങൾ. ഒരു പോസിറ്റീവ് ചാർജ് അല്ലേടാ, പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കേട്ടാ, ഇറ്റ് വിൽ ഗോ എവേ ഫ്രം ദാറ്റ്. സോ ഈ ചാർജിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഡയറക്ഷൻ എങ്ങനെയാണ്? റൈറ്റ് സൈഡിലേക്ക് ഈ ഡയറക്ഷൻ ഇലക്ട്രിക്. ഈ ചാർജ് എടുത്താലോ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെയാണ് അല്ലേ. സോ നമ്മൾ ഇപ്പോ ഇവിടെ ഒരു ഭാഗം ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി സെക്കൻഡ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് സെക്കൻഡ് ചാർജ് ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? സോ ഇവിടെ എടുത്തു കഴിഞ്ഞാലോ അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഈ ചാർജ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും ഇങ്ങോട്ടാണ്. ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. നോക്കിക്കേടാ, രണ്ട് ചാർജിന്റെയും സെന്ററിൽ വന്നാലോ ദിസ് ഇസ് പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ദിസ് ഇസ് അഗെയിൻ പോസിറ്റീവ് ചാർജ് ഡയറക്ഷൻ ഇങ്ങോട്ട്. സോ ഇവിടെയാണ് ഓപ്പോസിറ്റ് വരുന്നത്. സോ ഹിയർ വിൽ ഗെറ്റ് എ പോയിന്റ് വേർ ഇലക്ട്രിക് ഫീൽഡ് ഇസ് equal to 0, അല്ലെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് equal to 0 ബിക്കോസ് ഒരെണ്ണം ലെഫ്റ്റിലേക്ക് മറ്റേത് റൈറ്റിലേക്ക്. ക്ലിയർ അല്ലേടാ? സോ നമുക്ക് ഇമാജിൻ ചെയ്യാം ആ പോയിന്റ് എവിടെയാണ്? ആ പോയിന്റ് ഇവിടെ എവിടെയോ ആണ്. ജസ്റ്റ് ഇമാജിൻ ആ പോയിന്റ് എവിടെയാണ്. സോ നമ്മൾ ആ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് വിളിച്ചു. വിൽ കോൾ ദാറ്റ് ഡിസ്റ്റൻസ് ആസ് എക്സ്. സോ ദ പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് 2 charges ഈസ് എക്സ്, അല്ലെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി ഫസ്റ്റ് ചാർജ് അല്ലേടാ. നമുക്ക് അവിടുത്തെ പോയിന്റ് കണ്ടുപിടിക്കണ്ടേ, എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ. അതിനുള്ള ക്ലൂ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ദെയർ ഇസ് ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എങ്ങനെയാ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0. ഞാൻ കെ വിളിച്ചു, കെ ഡിവൈഡഡ് ബൈ ചാർജ് ഇൻറ്റു കെ ഇൻറ്റു ചാർജ് ഡിവൈഡഡ് ബൈ R square. So electric field due to the first one, E1 is equal to, total electric field E is equal to E1 plus E2 equal to 0. Total electric field at point this, let it be P. Total electric field at P is equal to 0 means electric field due to the first charge plus electric field due to the second charge is equal to same. They are same. That is why that is 0. So we can write from that as E1 is equal to E2. Confusions ഒന്നുമില്ലല്ലോ. E1 equation എങ്ങനെ എഴുതാം? K into charge 1 microcoulomb divided by x square. Second right side lo, right hand side lo, K into
plus 4 microcoulomb divided by distance x and distance 2 minus x, correct? Total distance is 2 meter, so the remaining part is 2 minus x, so it will be 2 minus x whole square. ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് ലേടാ ബാക്കിയുള്ള ആളുകളെ k പോയി മൈക്രോകുളം പോയി. So we will get എന്താ നമുക്ക് അവിടെ കിട്ടുക 1 by x square is equal to 4 divided by 2 minus x whole square. ക്ലിയർ അല്ലേടാ? സോ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ഒന്ന് റൂട്ട് എടുക്കാം, രണ്ട് സൈഡിലും റൂട്ട് എടുക്കാം അല്ലേ? രണ്ട് സൈഡിൽ റൂട്ട് എടുത്താൽ എന്താണ്ടാവുക 1 by x കൊണ്ട് കൊടുത്താൽ 1 by x, that is equal to 2 റൂട്ട് എടുക്കുകയാണ് 4ന്റെ റൂട്ട് 2 divided by 2 minus x. സെറ്റിലടാ? റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2 minus x is equal to 2x, 2 minus x is equal to 2x അല്ലേ? സോ 2 equal to 3x, so x is equal to 2 by 3 or 0.66 meter. So ഈ ഡിസ്റ്റൻസ് എത്രയാടാ? 0.66 meter ആണ് ഡിസ്റ്റൻസ്. സിമ്പിൾ അല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, ഇക്വേറ്റ് ചെയ്യുക, സിമ്പിൾ കാര്യം. യെസ്, ദിസ് ഈസ് ദ 4th ക്വസ്റ്റ്യൻ. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ വലിയ ക്വസ്റ്റ്യൻ ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുകയാണ്. ആ ക്ഷീണം മാറ്റാൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ പെട്ടെന്ന് കിട്ടിയില്ലേ? എല്ലാവരും കിട്ടിയില്ലേ? എന്താ ചോദിച്ചത്? ദ ഇലക്ട്രിക് ഫ്ലക്സ് എമർജിങ് ഔട്ട് ഓഫ് 1 കൂളം ചാർജസ്. ഇക്വേഷൻ എന്താ? ഫ്ലക്സ് phi is equal to q divided by epsilon 0. q is equal to 1 there, q is equal to 1. So what will be the flux 1 divided by epsilon 0? Option 1. Simple അല്ലേ? Yes, this is it. നോക്കിയാടാ 6th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എ പാർട്ടിക്കിൾ ഓഫ് ചാർജ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് വായിച്ചു നോക്കണം, വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. രണ്ട് കോൺസെപ്റ്റുകളൊക്കെ, രണ്ട് ചാപ്റ്റർ നമ്മൾ +1 പഠിച്ചൊരു കോൺസെപ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്, നോക്കിയാൽ മതി. പാർട്ടിക്കിൾ ഓഫ് ചാർജ് 2 microcoulomb, mass 1.6 gram, is moving with a velocity is given, initial time t equal to 0. Electric field തന്നിട്ടുണ്ട് 80I plus 60J, find the velocity of particle at t is equal to 5 seconds. ഇതാണ് ഇവിടെ പറഞ്ഞ കാര്യം അല്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ടൈം is equal to 5 seconds. Velocity at a future instant, നമ്മൾ എന്താണ് പറയുന്നത്? ഫൈനൽ വെലോസിറ്റി. We have the formula V. Final velocity is equal to initial velocity U plus AT. Clear അല്ലേടാ? So initial velocity തന്നിട്ടുണ്ടേ, at t is equal to 0, initial velocity is given. So this is the equation for final velocity. സെറ്റ് ആണ്. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണടാ? ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടണം അല്ലേ? ആക്സിലറേഷൻ കിട്ടണം. അപ്പോൾ നോക്കിയേ, ഈ പാർട്ടിക്കിളിന്റെ മുകളിൽ രണ്ട് ഫോഴ്സുകൾ. എന്തൊക്കെയാണ് ഫോഴ്സ് ഉണ്ടാവുക? എ ചാർജ് ഈസ് എൻറ്ററിങ് ഇൻ ടു എൻ ഇലക്ട്രിക് ഫീൽഡ്. സോ ഫസ്റ്റ് ഫോഴ്സ് F is equal to Q into E. Q, charge into electric field. Second force F is equal to mass തന്നിട്ടുണ്ടാ, mass ഉണ്ട്, so ma അല്ലേ? സോ mass equal to mass into acceleration. So രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ma equal to QE അല്ലേടാ? രണ്ട് ഫോഴ്സ് അല്ലേ അതിൻ്റെ മുകളിലുള്ളത്? ഒന്ന് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത് QE ആണ്. അപ്പോൾ രണ്ടും ഇക്വേറ്റ് ചെയ്താൽ A is equal to QE divided by M. സിമ്പിൾ. സോ എത്ര കിട്ടി? Q എത്രയാണ് തന്നിട്ടുള്ളത്? 2 microcoulomb അല്ലേ? യെസ്. ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 18I cap plus 60J cap divided by M എത്രയാടാ? 1.6. This is it. So 2 into 160I cap plus J cap. Correct അല്ലേ? 120. Yes. So this will be 100 വരും അല്ലേ? 100 I cap plus 75 J cap, 75 J cap അല്ലേ? ഇൻറ്റു മൈക്രോകൂളത്തിന് എടുക്കുന്ന സമയത്ത് ഇൻറ്റു 10 raised to ഇവിടെ ഉണ്ടല്ലോ 10 raised to
6 minus 6 in microcoulomb into gram like convert into 10 raised to minus 3. So 10 raised to minus 3. This 3 6 boy. So this is the acceleration 100 I cap plus 75 j cap into 10 raised to minus 3. This is acceleration. So this is so that will be initial velocity. Initial velocity is velocity along x direction and velocity along y direction. So Vx will be Ux plus AXT. Ux is initial velocity. Initial velocity is 4 I cap, which means actually V is equal to Vx I cap plus Vy j cap. In the direction x direction 4I. So Ux is equal to 4 I cap plus this component x component 100 into 10 raised to minus 300 I cap into time is 5 after 5 seconds. So 100 into 5, sorry, 4 plus 100 into 5 into 10 raised to minus 300 into 5, 500 into 10 raised to minus 3, 4.5 meter per second. This is in the x direction velocity. Okay, in y direction y direction Vy is equal to Uy plus Ayt. Uy is velocity, initial velocity, y component that is 0. 4I matre y component is 0. 0 plus acceleration 75 into 10 raised to minus 3 into 5. Clear? 75 into 5. 375. 0.375 meter per second. So these are the velocities along x direction and y direction. So total velocity total velocity is equal to x component y component. So it will be V is equal to 4.5 I cap plus 0.375 j cap. This is the final velocity. Clear? Set? So this is the question. Question. So, the question clear. Okay. Yes. Why should we get the question? Yes, that's the question. Use Gauss law to show that due to a uniformly charged spherical shell of radius r, electric field at any point situated outside the shell distance r from its center is equal to electric field at the same point when entire charge on the shell were concentrated at its center. First question. Second question. Also plot the graph showing variation of electric field with R for R less than or is equal to R and R less greater than or equal to R. This is one. Uniformly charged spherical shell. Spherical. Uniformly charged spherical shell. This is it. So this is it. This is the radius R. The radius R. So, we can this center, this particle at a distance R, this electric field. This electric field this electric is equal to electric field at a distance, same distance R from these charges, this sphere charges is concentrated at a point at the center. In the center concentrate electric field other than a sphere at a distance R from the center. From center distance R. Electric field. This is simple. We will consider a Gaussian surface, a spherical Gaussian surface, which is passing through the point. This, let it be P. P is a point from the center of the sphere, from the first sphere at a distance small letter R. What is electric field? We Gauss law electric flux. Electric flux. Flux phi is equal to Q divided by epsilon 0. Electric flux is irrespective of the shape and size of the what considered surface. So flux is equal to Q divided by epsilon 0. E dot S is equal to Q divided by epsilon 0. Gauss derivation E equal to Q divided by S into epsilon 0. Surface area. Sphere in the surface area. Sphere in the surface area is equal to
4 pi r square, like q divided by 4 pi r square epsilon 0. ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതിയിരുന്നത്? E is equal to 1 by 4 pi epsilon 0 q divided by r square. അത് രണ്ടും സെയിം അല്ലേടാ? So this is the expression for electric field at a point P, which is at a distance small letter r from the center of the first sphere. Clear അല്ലേടാ? ഇതേ കാര്യം തന്നെ അല്ലേ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്? If you consider a charge, let that be Q, അല്ലേ? ഇതിന് മുകളിലുള്ള ചാർജ് Q ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ചാർജിങ് Q ആണ്. From that charge a distance r, electric field is equal to 1 by 4 pi epsilon 0 q divided by r square. രണ്ടും സെയിം അല്ലേ? So we prove that. ക്ലിയർ ആണ് അല്ലേ? സോ ഇങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. യെസ്, സെക്കൻഡ് പാർട്ടിൽ എന്താ വെച്ചാൽ ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചത് അല്ലേ? സോ എന്താ പറഞ്ഞ സെക്കൻഡ് പാർട്ട്? ഓൾസോ ബോട്ട് ദ ഗ്രാഫ് showing the variation of electric field with r for r less than or is equal to capital R, where radius of that and r is greater than or equal to r. ഇങ്ങനെയാണ് ഗ്രാഫിന്റെ ഷേപ്പ്. സോ ഗ്രാഫ് ആദ്യം വരച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സോ ദിസ് ഈസ് y axis and x axis. x axis നമ്മൾ ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എടുത്തു. ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ അത് എപ്പോഴാടാ? അത് r is equal to r ആകുമ്പോഴാണ്. ഇൻസൈഡ് ദാറ്റ് ഏതടാ? ഇൻസൈഡ് ദാറ്റ് യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് r ഇലക്ട്രിക് ഫീൽഡ് is equal to 0. അപ്പൊ ഇതുവരെ 0 മുതൽ ആ ഷെല്ലിന്റെ റേഡിയസ് വരെ, അതിന്റെ സർഫസ് വരെ ഇലക്ട്രിക് ഫീൽഡ് is equal to 0. അറ്റ് ദാറ്റ് സർഫസ് ഇലക്ട്രിക് ഫീൽഡ് is മാക്സിമം വാല്യൂ ഇവിടെയാണ് അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡിക്രീസ്. എങ്ങനെയാ? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ E is equal to 0, ഇത് E max ആണ്, ആൻഡ് ഇവിടെ E പ്രൊപ്പോർഷണൽ ടു 1 by r square. ഓർത്ത് വെക്കണേ മക്കള്. സോ ദിസ് ഈസ് ഇറ്റ്. ഏതൊക്കെയാ റീജിയൻ? ഇത് r ലെസ് ദാൻ r, ഇത് r ഗ്രേറ്റർ ദാൻ r. ഈ പോയിന്റ് ആണ് r is equal to. സെറ്റ് അല്ലേടാ? സോ ദിസ് ഈസ് ദ ഗ്രാഫ് ആൻഡ് ഡെറിവേഷനും കഴിഞ്ഞു അല്ലേ? നമ്മൾ പഠിച്ച തിയറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ചോദിച്ച കാര്യമാണ്. അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. യെസ്, സോ ദിസ് ഈസ് ഇറ്റ്. 7th ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 8th ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. 1 മിനിറ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് എല്ലാവരും പെട്ടെന്ന് ചെയ്തേ ഈ ക്വസ്റ്റ്യൻ. യെസ്, സിമ്പിൾ ആണ് അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ഫെറിക്കൽ സർഫസ്, ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to q divided by epsilon 0. again q divided by epsilon 0. എത്രയാണ് അവിടെയുള്ള ചാർജ് എത്രയാ? ഇൻസൈഡ് ദാറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്ഫെറിക്കൽ സർഫസ് ഷോൺ ഇൻ ദ ഫിഗർ. ദിസ് ഈസ് ദ സ്ഫെറിക്കൽ സർഫസ്. അതിനകത്ത് ആരെയുള്ളൂടാ? മൈനസ് Q1 പ്ലസ് Q2. സോ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? മൈനസ് Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ epsilon 0. ദാറ്റ് ഈസ് ഫ്ലക്സ് is equal to Q2 മൈനസ് Q1 ഡിവൈഡഡ് ബൈ epsilon 0. സിമ്പിൾ ക്വസ്റ്റ്യൻ. 2020 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. സിമ്പിൾ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മക്കളെ ഈസി ആയിട്ട് ചെയ്യുന്ന അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആടാ അത്? 9th question. 2 small identical electric dipoles AB and CD. That AB and CD. Each of dipole moment P, രണ്ടിന്റെ dipole moment P ആണ്, are kept an angle of 120 degree. ഇത് AB CD അല്ലേ? Each other in the external electric field E pointing along the x-axis. x-axisലാണ് external electric field. Find the dipole moment of the arrangement. എടാ, ഫസ്റ്റ് ഡൈപോൾ ഇത് AB, സെക്കൻഡ് ഡൈപോൾ ഇത് അല്ലേ? ഡൈപോളിന്റെ ഡയറക്ഷൻ എവിടുന്ന? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പൊ ഫസ്റ്റ് ഡൈപോളിന്റെ ഡയറക്ഷൻ ഇത് ഗ്രീൻ കളറിൽ. സെക്കൻഡ് ഡൈപോൾ ഡയറക്ഷൻ ഇത് അല്ലെ? രണ്ട് വെക്ടറുകൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണടാ. രണ്ട് വെക്ടറുകൾ ഉണ്ട്, വെക്ടർ എ പ്ലസ് വെക്ടർ ബി. എങ്ങനെയാ കാണുക? ദ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് പി റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. നമുക്കറിയാടാ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta അല്ലേ?
Vector A plus vector B is equal to A square plus B square plus 2AB cos theta. ഇവിടെ രണ്ടും എത്രയാണ്? ഫസ്റ്റത്തെ ഡൈപോൾ മൊമെന്റ് P ആണ്, രണ്ടാമതിന്റെയും ഡൈപോൾ മൊമെന്റ് P ആണ്, because they are identical. സെറ്റ് അല്ലേടാ? So that will be എത്ര ചെയ്യാൻ വരിക? Root of P square plus 2 PP cos 120 അല്ലേ? cos 120 വാല്യൂ എത്രയാടാ? -1/2. So it will be root P square 2P square അല്ലേ? 2P square minus 2 into P square divided by 2. ഇത് മൈനസ് ആയതിനെ -1/2 അല്ലേ? സോ ഇതും പോയി. അത് ചെയ്താൽ റൂട്ട് 2P square minus P square, it is root P square, and the resultant dipole moment root P square is P itself. So this is the answer for the first part. Dipole moment of the arrangement എത്രയാണ്? P തന്നെയാണ്. സെറ്റ് അല്ലേ? യെസ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു PE sin theta. നെറ്റ് ടോർക്ക്, അങ്ങനെ നെറ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് വേണം? നെറ്റ് ഡൈപോൾ മൊമെന്റ്. അത് ഏത് ഡയറക്ഷനിലായിരിക്കൂടാ? ഈ ഫസ്റ്റ് വെക്ടർ, ഇത് സെക്കൻഡ് വെക്ടർ, ഈ വെക്ടറുകളുടെ റിസൾട്ടന്റ് ആണിത്, സോ ഈ ഡയറക്ഷനാണ് അല്ലെ? നോക്കിക്കേടാ, ഈ രണ്ട് ഡൈപോളും ഐഡന്റിക്കൽ ആണ്. സോ ഈ ഡിസ്റ്റൻസ് നോക്കിക്കേടാ, ഈ ഡിസ്റ്റൻസും എത്രയാണ്? ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഡയഗണൽ ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ will be half of angle between that. So this is 60 degree. 60 degree അല്ലേടാ? അങ്ങനെയാണെങ്കിൽ since the electric field is along ഏത് ഡയറക്ഷനാണ്? X axis. What is the angle between electric field and resultant dipole? 60 90 minus 60, that is 30. Clear അല്ലേടാ? So നമുക്ക് എത്രയാ അവിടെ? theta is equal to 30 degree. Okay, so resultant ന്റെ നമുക്ക് എന്ത് കിട്ടി? ഡയറക്ഷനും കിട്ടി. So this will be PE into sin 30. PE into sin 30 എത്രയാ? 1/2. So PE divided by 2. സിമ്പിൾ അല്ലേ? യെസ്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ എങ്ങനെയാ? ഇവിടെ നമ്മൾ ആക്ച്വലി എടുക്കണം എന്താ? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു PE P cross E. ക്രോസ് പ്രൊഡക്റ്റ് അല്ലേടാ? P cross E ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ? സോ വി ക്യാൻ സേ the direction of torque will be perpendicular to P and E. P ക്കും E ക്കും എന്തായിരിക്കും? perpendicular ആയിരിക്കും. So that will be the direction. So this is it. ഇങ്ങനെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അല്ലേ? രണ്ട് ഡൈപോളുകളുണ്ട്, റിസൾട്ടന്റ് എടുക്കാനുള്ള കാര്യം ഓർക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. അങ്ങനെ 9ാമത്തെ ക്വസ്റ്റ്യനും തീർന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കായി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ എന്താ? ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സിമ്പിൾ ക്വസ്റ്റ്യൻ. ടോർക്ക് ആക്ടോൺ ഇലക്ട്രിക് ഡൈപോൾ പ്രസന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് മാക്സിമം when the angle between electric field and dipole moment is എത്രയാടാ? നമ്മൾ പറഞ്ഞു ടോർക്ക് ടോ is equal to PE sin theta maximum when theta is equal to 90 degree. ഇപ്പൊ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണതുമായി ബന്ധപ്പെട്ട് അല്ലേ? സോ ഇത് 2020 ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. 10 ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേടാ, വായിച്ചു നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ ട്രിക്ക് ഉണ്ട്, നോക്കണേ. Uniformly charged plane sheet, infinitely large plane sheet പറഞ്ഞില്ല. Uniformly charged plane sheet has a charge density sigma is equal to that much. Find the electric field at a point 50 cm from the sheet. Consider a straight line with at a point A. This is the point. Find electric field at a point A 50 cm from the sheet. Second part, you consider a straight line with 3 points P, Q and R. Place 50 cm from the charge sheet on the right side as shown in the figure. At which of these points does the magnitude of electric field due to the sheet remain same as that of point A and Y? First part നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യടാ. ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് മതി? ഫസ്റ്റ് പാർട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ഷീറ്റിന്റെ കൺസിഡറേഷൻ തന്നെ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു
എന്താ പറയുക thin infinitely long sheet. എത്രയായിരുന്നു? സിഗ്മ ഡിവൈഡഡ് ബൈ 2 epsilon 0. ഓർക്കുന്നില്ലേ മക്കളെ? സോ ദാറ്റ് ഈസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 epsilon 0 ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ infinitely large plane sheet of charge density സിഗ്മ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ആണ് അല്ലേ? ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി plate, this is the equation for electric field. എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A എന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. സോ ദാറ്റ് വിൽ ബി സിഗ്മ എത്രയാ? 1/18 pi into 10 raised to minus 15 coulomb per meter divided by 2 into epsilon 0. ഒരു സൂത്രം കാണിച്ചു തരാം സാർ. epsilon 0 അല്ലേ? epsilon 0 നമുക്ക് എന്ത് ചെയ്യാം? എടാ ഒരു കാര്യം ചെയ്യടാ, ഒരു 4 pi epsilon 0 കൊണ്ടുവരാം. എങ്ങനെ ചെയ്യടാ? നമുക്ക് 1 divided by 4 pi epsilon 0. അതായത് 2 epsilon 0 ഉണ്ട്. 4 pi epsilon 0 ബാക്കി എന്താ ഉണ്ടാവുക? 9 into 9 അല്ലേ? സോ ഇൻറ്റു 10 raised to minus 15. ജസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ഇറ്റ്. നമുക്ക് എന്ത് കിട്ടി? ഈ കാര്യം ഒന്ന് എടുക്കണ്ടേ. യെസ്, നമ്മൾ എന്ത് ചെയ്തു? 18 pi എന്നുള്ളതിനെ 4 pi എന്നാക്കിയിട്ട് ഇൻറ്റു 9 എന്നൊന്ന് എഴുതി കേട്ടോ. സോ അതെന്തിനാ എഴുതിയെന്നറിയോ? അത് സൂത്രം കാണിച്ചു തരാം. 1/4 pi epsilon 0 എത്രയാ? 9 into 10 raised to 9 into 10 raised to minus 15 divided by 9. ഈ 9ഉം ഈ 9ഉം കട്ടായി. സോ 10 raised 9 ഉണ്ട്, 10 raised minus 15 ഉണ്ട്. അപ്പോൾ 10 raised to minus 6 Newton per coulomb. ഇതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേ? നമ്മൾ ഇക്വേഷൻ ഏതായിരുന്നു? ഈസ് ഈക്വൽ സിഗ്മ ഡിവൈഡ് ബൈ 2 epsilon 0 റീഅറേഞ്ച് ചെയ്തു, വെക്ടറിന്റെ സൂത്രം ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. ഇതിൽ ചോദിച്ച സെക്കൻഡ് പാർട്ടിലെ കാര്യം എന്താ? നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് വേണം അല്ലേ? എവിടെയാണ്? എയിലെ അതേ ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് പി ആണോ ക്യൂ ആണോ ആർ ആണോ? ഇവിടെ if this plane sheet was infinitely large, we will say electric field at every point at any distance irrespective of this 50 centimeter whatever it is, അതിനൊക്കെ irrespective ആയിട്ട് electric field will be uniform. പക്ഷെ ഇവിടെ എന്താ? ഫൈനൈറ്റ് ലെങ്ത് ആണ്. സോ നമുക്ക് ഈ ലൈനിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ദ പോയിന്റ് ക്യൂ അല്ലേടാ? ആ ലൈനിൽ എ പോണ പാസ് ചെയ്യുന്ന ലൈനിലൂടെ പോയിന്റ് ഏതാ? ക്യൂ ആണ്. ആ പോയിന്റിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിട്ടുള്ളൂ. പിയിലും ആറിലും ഇലക്ട്രിക് ഫീൽഡ് മാറും. മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. സോ ദിസ് ഈസ് ഇറ്റ്. സോ ഏതാണ് കാര്യം? പോയിന്റ് ക്യൂ ആണ്. ബിക്കോസ് ദ ഷീറ്റ് ഈസ് ഓഫ് എ ഫൈനൈറ്റ് ലെങ്ത്. യെസ്, 11 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. 12ാമത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് എന്തൊക്കെ പറഞ്ഞു? എ പോയിന്റ് ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെന്റർ ഓഫ് എ ഹോളോ കണ്ടക്ടിംഗ് സ്ഫിയർ ഓഫ് ഇന്റേണൽ റേഡിയസ് ആർ, ഔട്ടർ റേഡിയസ് 2r. ദ റേഷ്യോ ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഓഫ് ഇന്നർ സർഫസ് ടു ദാറ്റ് ഓഫ് ഔട്ടർ സർഫസ് വിൽ ബി. എന്താ പറഞ്ഞത്? എ പോയിന്റ് ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെന്റർ ഓഫ് എ ഹോളോ കണ്ടക്ടിംഗ് സ്ഫിയർ. ദിസ് ഈസ് ദ സ്ഫിയർ അല്ലേ? ഇതായിക്കോട്ടെ സ്ഫിയർ. ഇതാണ് സ്ഫിയർ അല്ലേടാ? ഇതാണ് ആ സ്ഫിയർ. യെസ്, ഹോളോ എല്ലാം പോയോ? ഇതാണ് ആ സ്ഫിയർ. ഇതിന്റെ പ്രത്യേകത എന്താ? ഹോളോ കണ്ടക്ടിംഗ് സ്ഫിയർ ഓഫ് ഇന്റേണൽ റേഡിയസ് ആർ. അത് നോക്കണേടാ, ഇത് 6 ആണെങ്കിൽ ഇതിന്റെ എക്സ്റ്റേണൽ റേഡിയസ് എന്താ? വളരെ വലിയ ഒരു സ്ഫിയർ ആണ്. എക്സ്റ്റേണൽ റേഡിയസ് എന്താടാ? അത് 2r ആണ്. യെസ്, ദിസ് ഇസ് 2r അല്ലേ? അപ്പൊ ഇത്രയും ഭാഗം നോക്കണേ മക്കളെ, ഇത്രയും ഭാഗം എന്താടാ? ഇത്രയും ഭാഗം നമ്മളുടെ ആ ഒരു സ്ഫിയർ ആണ് അല്ലേ? ഇത്രയും ഭാഗം നമ്മൾ ആ ഒരു സ്ഫിയർ ആണ്, ഇത്രയും കട്ടിയുള്ള ഒരു സ്ഫിയർ ആണ്. ഇനി ഇതിന്റെ അകത്തൊരു ചാർജ് വെച്ചിട്ടുണ്ട്. ലെറ്റ് ദാറ്റ് ചാർജ് ബി ക്യൂ. ആ ചാർജ് ക്യൂ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ റേഷ്യോ ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി എങ്ങനെയാ കാണുക? സർഫസ് ചാർജ് ഡെൻസിറ്റി ചാർജ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. സ്ഫിയറിന്റെ സർഫസ് ഏരിയ 4πr² അല്ലെ? റേഷ്യോ ഓഫ് ചാർജ്, റേഷ്യോ എങ്ങനെയാ വരിക? റേഷ്യോ ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി എങ്ങനെ വരുടാ? ക്യൂ ഡിവൈഡഡ് ബൈ അല്ലേ? കാരണം എന്താ നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇഫ് യു പ്ലേസ് എ ചാർജ് ക്യൂ ഹിയർ,
Due to the influence of that, ഇവിടെ എന്ത് ചാർജ് ഉണ്ടാവും? മൈനസ് ക്യൂ ഉണ്ടാവും. ലെറ്റ് ബി പ്ലസ് ക്യൂ. ഇത് പ്ലസ് ക്യൂ ആണെങ്കിൽ മൈനസ് ക്യൂ. ശരിക്കും അത് എന്തായത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുക അല്ലേ? അപ്പോൾ ഇവിടെ ആരുണ്ടാവും? പ്ലസ് ക്യൂ ഉണ്ടാവും. അപ്പോൾ ആ സർഫസിൻ്റെ ഇന്റേണൽ സർഫസിൽ മൈനസ് ക്യൂ ചാർജും എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഔട്ടർ സർഫസിൽ പ്ലസ് ക്യൂ ചാർജും ഉണ്ടാകും. ക്ലിയർ അല്ലേ? സോ ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ ശ്രദ്ധിക്കണേ ക്യൂ ഡിവൈഡഡ് ബൈ 4πr² ഡിവൈഡഡ് ബൈ അല്ലേ? ഡിവൈഡഡ് ബൈ അഗെയിൻ ക്യൂ. ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ, സോറി ഇത് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ, ഡിവൈഡ്. അപ്പം അവിടെ എങ്ങനെ പറയണം നമ്മൾ? 4π ഏത് ആറാടാ? ഇറ്റ് ഈസ് 2r². ശരിയല്ലേ? 2r². അപ്പം നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? നമുക്ക് അതിനെടുത്തിട്ട് യെസ്. സോ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാം. ക്യൂ പോയി 4π പോയി. ബാക്കി ആരുണ്ടാവും? r². ഇത് r² പോയി, ഈ r² പോയി, 2² ഉണ്ടാവും അല്ലേ? സോ 1 ഡിവൈഡഡ് ബൈ 1/4 എന്ന് വരും. 2² ഈസ് 4. ദിസ് ഈസ് ആക്ച്വലി 4/1 ഓർ 4:1. ഇതാണ് എന്ത്? അതിൻ്റെ ആൻസർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ആലോചിക്കേണ്ടത്. അത് ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഫിസിക്സ് പരമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അക്കോർഡിംഗ് ടു ഫിസിക്സ്, വെൻ യു കീപ് എ ചാർജ് പ്ലസ് ക്യൂ ഇൻസൈഡ് എ ഷെൽ, എ കണ്ടക്ടിങ് ഷെൽ, ഇവിടെ ഉണ്ടായ ഇൻഡ്യൂസ് ചാർജ് വിൽ മൈനസ് ക്യൂ ആൻഡ് ഔട്ടർ സർഫസിൽ ഇറ്റ് വിൽ ബി പ്ലസ് ക്യൂ. റേഷ്യോ ഓഫ് വാട്ട്? അതിൻ്റെ സർഫസ് ഏരിയൻ്റെ റേഷ്യോ എടുക്കുന്നത്. അവിടെ ചെയ്ത കാര്യം നിങ്ങളൊന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സോ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 4:1 ആണ് എന്ത് വരിക? അതിൻ്റെ റേഷ്യോ വരിക. 13th ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, വായിച്ചു നോക്കിക്കേ. Point charge causes electric flux of -4.10⁻³ Newton meter square per coulomb. The meter square ആണ് Newton meter square per coulomb to pass through a spherical gauge surface of 10 cm radius centered at the charge. Calculate the value of point charge. എന്താ പറയുന്നത്? A point charge was electric flux phi is equal to -4π × 10⁻³ Newton meter square per coulomb. Pass through a spherical Gaussian surface. Sphere ആടാ. Spherical Gaussian surface of radius എത്രയാ? radius 10 cm അല്ലേ? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് പോയിന്റ് ചാർജ്. എന്താടാ ചെയ്യേണ്ടത്? സിമ്പിൾ അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയല്ലേ? phi is equal to q divided by ε0. Irrespective of the radius, irrespective of the shape, flux will be q divided by ε0. നമ്മളോട് ചോദിച്ചത് എന്താ? q എത്ര? വാല്യൂ ഓഫ് പോയിന്റ് ചാർജ് q is equal to phi into ε0 അല്ലേ? phi എത്രയാ? -4π × 10⁻³ into ε0 അല്ലെ? ε0ക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൂത്രം ചെയ്തുതരാം. നമുക്കറിയാം 1/4π ε0 is equal to 9 × 10⁻⁹ അല്ലേ? അപ്പോൾ ε0 ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 1/ ഇതിനടുത്ത് വെച്ചാൽ 4π × 9 × 10⁻⁹. ഓക്കെ അല്ലേടാ? നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4π × 10⁻³ into 4π into 10, 9 into 10⁻⁹, 9 10⁻⁹ equal to -1/9, 3 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. സോ ഇറ്റ് വിൽ ബി into 10⁻⁻6. ഇത്രയും കൂളും. ഇതാണ് എന്ത്? അവിടുത്തെ ചാർജ് അല്ലേ? നമ്മൾ വെട്ടി പോകണം. സിമ്പിളായി സുഖമായിട്ട് വെട്ടി പോകാൻ വേണ്ടിയിട്ടാണ് ε0ക്ക് പറയാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സിമ്പിൾ കാര്യമാണ്, ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ phi is equal to q divided by ε0 എന്നുള്ള വാല്യൂ കൊടുത്തു. ഓക്കെ, സിമ്പിൾ. ഓക്കെ, കൺഫ്യൂഷൻസ് ഇല്ലല്ലോ ഇവിടെ? ഇല്ല, സിമ്പിൾ. സോ 13th question, 14th question. നോക്കടാ, 14th question. Draw the pattern of electric field lines when a point charge -q is kept near an uncharged conducting plate. -q is kept near an uncharged
conducting plate, uncharged conducting plate, charge ഇല്ലാത്ത കണ്ടക്ട് ചെയ്യുന്ന പ്ലേറ്റ് അല്ലേ. എടാ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ടിങ് പ്ലേറ്റാ. സോ മൈനസ് ക്യൂ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആരുണ്ടാവും? പ്ലസ് എല്ലാം ഇവിടേക്ക് വരും. ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദാറ്റ് മൈനസ് എല്ലാം ഇങ്ങനെ വരും. റീഅറേഞ്ച്മെന്റ് ഉണ്ടാവും അല്ലേ. ഈ ഒരു മൈനസ് ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മൈനസ് ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മൈനസ് ക്യൂയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെ വരും? പ്ലസ്സിൽ നിന്ന് വരും അല്ലേ. സോ ഈ ലൈൻസ് എല്ലാം നമ്മൾ എങ്ങനെ വരയ്ക്കണം? പ്ലസ്സിൽ നിന്ന് വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് ദ പാറ്റേൺ. ഓക്കെ അല്ലേടാ. സോ അങ്ങനെ ഓർക്കണേ, മൈനസ് ക്യൂ പ്ലേസ്ഡ് ഇൻ എ അൺചാർജ് കണ്ടക്ടിങ് പ്ലേസ് ദാറ്റ് വിൽ ബി ചാർജ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ചാർജ് പ്ലേസ് നിയർ ദാറ്റ്. ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ്. ഫീൽഡ് ലൈൻസിന്റെ ക്വസ്റ്റ്യൻ 2019 വേറെ റീജിയനിൽ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ആണിത്. നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 14 ആയിട്ട് പറയുന്നത്. ഡ്രോ ദ പാറ്റേൺ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന്റെ ഫീൽഡ് ലൈൻ ഞാൻ വരയ്ക്കാൻ പോകുന്നത് നമുക്കറിയാം. ചിത്രം ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ ആൻസർ ഫോർ ദി 14th question. 15th question അവിടെ തന്നെ കാണാം. Draw the pattern of electric field lines due to two positive charge plates at a distance d apart. ഇതാണ് ആ ചിത്രം. So this is the answer for the 15th question. Two positive charge electric field lines are going away. അല്ലേ, പോസിറ്റീവ് ആണ്, ഗോയിങ് അവേ. ഇവിടെ റിപ്പൽഷൻ പോലെ, നമ്മൾ മാഗ്നറ്റ് പറയുമ്പോൾ റിപ്പൽഷൻ പോലെ, അല്ലെങ്കിൽ ഇവിടെ രണ്ടും എവേ ആണ്. അപ്പോൾ ഇവിടെ ഇൻട്രാക്ഷൻസ് ഉണ്ടാവില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. യെസ്, ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ഈ പാറ്റേൺസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു പോണേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പാറ്റേൺസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. സോ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ തീർത്തിട്ടുണ്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ, 5 point charges. ഈ ക്വസ്റ്റ്യനിൽ ട്രിക്ക് ഒളിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ, കൃത്യമായിട്ട് നോക്കണേ. 5 point charges, each of charge plus Q are placed on 5 vertices of a regular hexagon of side L. Find the magnitude of resultant force on the charge minus Q placed at the center of the hexagon. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഹെക്സഗണിന് എത്ര സൈഡ്? ഹെക്സഗണിന് 6 സൈഡ് അല്ലേടാ, 6 സൈഡ്. ഇവിടെ ക്വസ്റ്റ്യനിലെ ട്വിസ്റ്റ് ഇങ്ങനെയാണ്. 5 point charges എത്രയൊക്കെയാണ്? 1, 2, 3, 4, 5. 5 പോയിന്റുകളിലാണ് ചാർജ് വരില്ല. 5 പോയിന്റുകളിൽ. സോ എവിടേക്കുള്ളൂ? ഇവിടെ ഇല്ലടാ, ഇവിടെ ചാർജ് ഇല്ല. സോ നോക്കിക്കേ, എന്താ പറഞ്ഞത്? ഇത് പ്ലസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ. സെന്ററിൽ എന്താ? ഇത് മൈനസ് ക്യൂ അല്ലേ. സോ ഇതിന്റെ എഫക്റ്റ്, ഇതിന്റെ എഫക്റ്റ്, ഈ എഫക്റ്റ്, ഈ എഫക്റ്റ്, ഇത് 4ഉം ക്യാൻസൽ ആയി പോകും. നെറ്റ് എഫക്റ്റ് ആര് കൊണ്ട്? ഈ ഒരു ചാർജ് കൊണ്ട് മാത്രമേ ഉള്ളൂ. ബിക്കോസ് അത് ക്യാൻസൽ ആകാൻ വേറെ ആരും ഇവിടെ ഇല്ല. സോ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് പറഞ്ഞാൽ ഡ്യൂ ടു ദി വാട്ട്? അൺപെയർഡ് ചാർജ്. അത്രയേ ഉള്ളൂ. സോ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? 1/4πε0 Q1 Q2 plus Q into minus Q divided by സൈഡ് L. റെഗുലർ ഹെക്സഗൺ ആണ്. ഒരു സൈഡ് L ആണെങ്കിൽ ഈ സൈഡ് എത്ര തന്നെയാണ്? L തന്നെയാണ്. L സ്ക്വയർ. സോ 1/4πε0 Q² divided by L സ്ക്വയർ. ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അവിടെ ചിന്തിക്കേണ്ട കാര്യം എത്രയാണ്? ഇഫ് ദർ വാസ് ആൻ എക്സ്ട്രാ ചാർജ് ഹിയർ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാർജ് എത്രയാ? ദാറ്റ് വിൽ ബി 0. ചാർജ് വിൽ cancel out each other. Okay അല്ലേടാ? സോ ദിസ് ഈസ് ദ 16th question. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ചെയ്യാം. ഈ കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതും കൂടിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ എന്താ പറഞ്ഞത്? 2 identical conducting balls A and B have charge minus Q and plus 3Q respectively. They are brought in contact with each other and separated by a distance d apart. Find the nature of the Coulomb force between them. Nature of force ആണ് ചോദിച്ചത്. എന്താ പറഞ്ഞത്? This is the first sphere, second sphere അല്ലേ. ആദ്യത്തേൽ എത്രയാ? പ്ലസ് ക്യൂ, രണ്ടാമത്തേൽ പ്ലസ് 3Q അല്ലേ. They brought in contact. First one minus Q. First one minus Q. They brought in contact. കോണ്ടാക്റ്റിൽ വന്നാൽ ടോട്ടൽ ചാർജ് എത്രയാ? മൈനസ് Q പ്ലസ് 3Q അല്ലേ. സോ ഇറ്റ് വിൽ ബി 2Q divided by 2. So each one will be charged. After contact, each one will be charged Q and Q അല്ലേ. ഇത് ബിഫോർ എന്താ? കോണ്ടാക്ട്. ഇത് ആഫ്റ്റർ കോണ്ടാക്ട്. Q and Q
എടാ രണ്ടും പോസിറ്റീവ് അല്ലേ? സോ ദ നേച്ചർ ഓഫ് ചാർജ് വിൽ ബി റിപ്പൽസീവ്. ഫോഴ്സ് ഏതായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കും. റിപ്പൽസീവ് ആണ്. സിമ്പിൾ. സോ ഇതാണ് നമ്മുടെ എക്സാമിന് 2019 മുതൽ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം വരെ ചോദിച്ച കുറച്ച് ന്യൂമറിക്കൽസ്. എല്ലാ മക്കളും കൃത്യമായിട്ട് മനസ്സിലായി എന്നിരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. സോ അതുവരെ ബൈ.